എനിക്ക് ഏറ്റവും വലുത് സഞ്ജുവേട്ടൻ തന്നെയാ. സഞ്ജുവേട്ടനെതിരെ നിൽക്കുന്നത് എന്റെ സ്വന്തം കുടുംബമാണെങ്കിൽ പോലും ഞാൻ ഏട്ടന്റെ കൂടെ നിൽക്കും. ഒരു മനുഷ്യത്വം ഇല്ലാതെ സഞ്ജുവേട്ടന് മഞ്ജു ലോക്കപ്പിലിട്ട് തല്ലി ചതച്ചില്ലേ? അന്ന് സഞ്ജുവിന്റെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് തന്നെ അവളെ കൊല്ലാൻ തോന്നിയിരുന്നു. അവളെ ശിക്ഷിക്കാനുള്ള എല്ലാ അധികാരവും സഞ്ജുവേട്ടനുണ്ട്. മഞ്ജു മരിക്കുന്നതില് നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. അവള് വീട്ടില് കാലെടുത്ത് വെച്ചതിന് ശേഷം എനിക്ക് അവിടെയുള്ള സ്ഥാനം നഷ്ടപ്പെട്ടത്. നമുക്കെല്ലാവർക്കുള്ള പൊതുശത്രുവാണ് മഞ്ജു. അവൾ ഒരാൾ ഇല്ലാതായാൽ നമ്മുടെ 3 പേരുടെയും ജീവിതങ്ങൾ കുറെ കൂടി എളുപ്പമാവും. അങ്ങനെ ഒരാൾ ഇല്ലാതാക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. കൊല്ലാൻ തീരുമാനിച്ച കൊല്ലണം, അല്ലാതെ പകുതിക്ക് വെച്ച് ഓടി രക്ഷപ്പെടുന്നവരെ ജോലി ഏൽപ്പിക്കരുത്. ഭീമൻ കഴിവുള്ളവനാ. എന്നിട്ടാണോ ഒരു പെണ്ണിനെ പോലും അവന് കൊല്ലാൻ കഴിയാത്ത? കഴിഞ്ഞ തവണ അവൾ ഒറ്റയ്ക്കാണെന്ന് കരുതിയാ ഭീമൻ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷെ കൃത്യസമയത്ത് അവളുടെ ഏതോ ഒരു അയൽക്കാരൻ ഇടപെട്ട് അവൾ രക്ഷപ്പെട്ടു. ഇത്തവണ റിസ്ക് ഒന്നും എടുക്കാതെ കൂടുതൽ ആളുകൾ വിട്ടിട്ടുണ്ട്. അവരെന്തായാലും ഏറ്റ ജോലി തീർക്കും. ഗിരി മലയിറങ്ങി വരുമ്പോ സമ്മാനമായി മഞ്ജുവിന്റെ ജഡ നമ്മള് കാണിച്ചു കൊടുക്കണം. അയ്യപ്പന് കൊടുക്കാനുള്ള നെയ്ന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊന്നും സാരമില്ല. ഈ ആചാരങ്ങളൊക്കെ മനുഷ്യരുണ്ടാക്കിയതല്ലേ. മനസ്സിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ദൈവം വിളി കേൾക്കും. അല്ല, ഗിരിയേട്ടൻ എന്നെത്തുന്നാ പറഞ്ഞത്? നാളെ എത്തും. അപ്പൊ അതിന്റെ തെളിച്ചമാണ് ഇപ്പൊ മുഖത്ത് കാണുന്നല്ലേ? എന്തായാലും നാളത്തോടെ എന്റെ സെക്യൂരിറ്റി പണി കഴിഞ്ഞു. ഇനിയെല്ലാം ഗിരിയേട്ടൻ തന്നെ നോക്കിക്കോളുമല്ലോ. അല്ലെങ്കിലും എനിക്കാരുടെയും സെക്യൂരിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു പോലീസുകാരിയാ. ഞാൻ അയ്യപ്പനോട് സംരക്ഷണം വേണോന്ന് പറഞ്ഞോ? അതിന് ഞാനിങ്ങോട്ട് വന്നത് മഞ്ജു വിളിച്ചിട്ടല്ല, ഗിരിയേട്ടൻ വിളിച്ചിട്ടാ. ഭക്തർ മല ചവിട്ടുമ്പോ അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നത് അയ്യപ്പന്റെ ധർമ്മമല്ലേ? ഓ, ഗിരിയേട്ടൻ വന്നു കഴിഞ്ഞാ അയ്യപ്പൻ കാണാൻ വരില്ലേ? ഇല്ല, എന്റെ ഉദ്ദേശം കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ ശബരിമലയിലേക്ക് പോവും. പക്ഷേ എന്റെ മനസ്സിൽ നിങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഓ, വലിയ ഉപകാരം. സംസാരം കേട്ടാ തോന്നും സാക്ഷാൽ അയ്യപ്പസ്വാമിയാണെന്ന്. മഞ്ജുവിന്റെ മുഖത്തിപ്പോ നല്ല തെളിച്ചം കാണുന്നുണ്ടല്ലോ ബിജിക്കുട്ടാ. അത് പിന്നെ കാണാതിരിക്കോ സാറേ? ഗിരിയേട്ടൻ തിരിച്ചു വരുന്ന ദിവസമല്ലേ? അത് ഞാനങ്ങ് മറന്നു. വെറുതെ അല്ല മഞ്ജുവിന്റെ മുഖത്ത് ഇത്രയും സന്തോഷം കാണാനുള്ളത്. എന്താ സാറേ ഇത്? ഞാനുള്ള കാര്യം മോളെ പറഞ്ഞത്. ഗിരി വരാറായെന്നറിഞ്ഞതിന് ശേഷം മോളുടെ മുഖത്ത് നല്ല മാറ്റമുണ്ട്. ഗിരിയേട്ടൻ വരുന്നതിന്റെ സന്തോഷം മാത്രമല്ല സർ, വീട്ടിലേക്ക് ഇന്ന് തിരിച്ചു പോവാലോ. എത്ര കാലം എന്ന് വെച്ചാ ഞാൻ മുകുന്ദന്റെ വീട്ടിൽ കഴിയുന്നേ. ഗിരിയേട്ടന്റെ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് മടുത്തു കാണും. ഭാനുമതി അമ്മയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു അല്ലേ? ദൈവം സഹായിച്ച അമ്മയുടെ മനസ്സ് മാറി. ഇപ്പൊ എന്നെ സ്വന്തം മോളെ പോലെയാ നോക്കുന്നത്. ഇതെല്ലാം വീട്ടിൽ നടത്തിയ പൂജയ്ക്ക് ശേഷം ഉണ്ടായ മാറ്റങ്ങളാ. എന്റെ പൊന്നു മോളെ, ഇതൊക്കെ വെറും തട്ടിപ്പ് പരിപാടിയല്ലേ? നമ്മൾ തന്നെ ഇങ്ങനെയുള്ള എത്ര പേരെ അറസ്റ്റ് ചെയ്തേക്കണത്? എല്ലാം കാശടിച്ച് മാറ്റാൻ നടക്കുന്ന ടീമുകളാ. മോൾ ഇതിലേക്ക് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷേ അതിൽ വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പൂജകൾ കാരണം നല്ല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നടത്തുന്നതിൽ തെറ്റില്ലെന്നാ എന്റെ നിലപാട്. പൂജയോ കൂടോത്രോ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. എന്റെ വിശ്വാസം ഇതെല്ലാം മാധവൻ ചെയ്ത പുണ്യത്തിന്റെ ഫലം നിനക്കും മഹിമയ്ക്കും കിട്ടുന്നു എന്നുള്ളതാണ്.
എപ്പോഴും ആളുകളെ സഹായിച്ചു നടന്നിട്ടുള്ള ഒരു മനുഷ്യനാ മാധവൻ. അയാളെ എത്ര പേര് മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ടാവും, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അതിന്റെയൊക്കെ ഗുണം കിട്ടുന്നത് നിനക്ക് മഹിമയ്ക്കുമാണ്. അതുകൊണ്ട് മാധവനെ പോലെ തന്നെ നല്ലത് ചെയ്ത് ജീവിച്ചാൽ മതി. അതിനുള്ള ഫലം ദൈവം തന്നോളൂ. യെസ് സർ. ആ, പണി കിടക്കട്ടെ. തള്ളക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മര്യാദയ്ക്ക് പോകുന്ന നല്ലത്. ഇല്ലെങ്കിലേ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. എനിക്ക് എസ്ഐനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ പറഞ്ഞത് തന്നെ SI സാറും പറയൂ. ദേ, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കാതെ ഒന്ന് പോതള്ളേ. പോൺ. അമ്മേ, അയ്യോ മോളെ, ഞാൻ പോയിക്കോളാം, എന്നെ ഉപദ്രവിക്കരുത്. അമ്മ പേടിക്കണ്ട. ഞാൻ ഫ്രാൻസിസ് സാറിനെ പോലെ അല്ല. അമ്മയുടെ പരാതി എന്താ? ഞാനത് എസ്ഐ എടുത്ത് പറയാം. അമ്മ വരൂ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. വരൂ. മോക്ക് വേണ്ടേ? വേണ്ട. ഇപ്പൊ അമ്മയ്ക്ക് പോലീസുകാരോടുള്ള പേടിയൊക്കെ മാറിയോ? എന്നാ പറയ, SI സാറിനോട് എന്ത് പരാതിയാ ബോധിപ്പിക്കാനുണ്ടായിരുന്നത്? എനിക്കൊരു കമ്പനിയില് അടിച്ചു വരുന്ന ജോലി കിട്ടിയായിരുന്നു. ഒരുപാട് കാശൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് എന്നോട് സ്റ്റേഷനിൽ നിന്ന് എന്തോ ഒരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് അവരെന്നോട് പറഞ്ഞു. ആ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണോ? ആ, അത് തന്നെ. ആ സർട്ടിഫിക്കറ്റ് ശരിയാക്കി തരണമെങ്കിൽ 5000 രൂപ വേണമെന്ന് ഫ്രാൻസിസ് സാർ എന്നോട് പറഞ്ഞു. എന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന 2000 രൂപ ഞാൻ സാറിന് കൊടുത്തു. ബാക്കി ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് തരാന്ന് ഞാൻ വാക്കും കൊടുത്തതാ. പക്ഷെ സാറ് ഇതുവരെ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നില്ല. സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വൈകിയതുകൊണ്ട് കമ്പനിയിൽ എന്റെ ജോലി പോയി. ഇന്ന് ഞാൻ കൊടുത്ത 2000 രൂപ എങ്കിലും തിരിച്ചു തരാൻ ഞാൻ സാറിനോട് പറഞ്ഞതാ. അദ്ദേഹം അതും തരുന്നില്ല.